ഞാൻ സ്റ്റോക്ക് മാർക്കറ്റ് എൻട്രി ചെയ്തത് അപ്രോക്സിമേറ്റ്ലി വെൻ ഐ വാസ് 16 years old. നല്ല IPOസിൽ അലോട്ട്മെൻറ്റ് കിട്ടാൻ ഭയങ്കര പാടാണ്. ആൻഡ് നല്ല IPOs അല്ലാത്ത അലോട്ട്മെൻറ്റ് കിട്ടും, അവിടെ ലോസും വരും. ഇന്ത്യയിൽ വി ആർ സ്റ്റിൽ അറ്റ് 6, വിച്ച് മീൻസ് ഇപ്പോഴും ഇവിടുന്ന് ഒരു 5 ഇരട്ടി ആവാനുള്ള സ്കോപ്പ് ഉണ്ട്. 30 years back ഇന്ത്യ വാസ് എ $300 billion economy, just 300 billion. ഇന്ന് ഇവിടെ അബൌട്ട് 3 trillion, വിച്ച് മീൻസ് ഇൻ 30-35 കൊല്ലത്തിൽ ഇറ്റ് ഇസ് ഗ്രോൺ 100 times. നമ്മുടെ എവിടെയോ പബ്ലിക്കിൻ്റെ അടുത്തൊരു മെസ്സേജ് പോണു ദാറ്റ് സ്റ്റോക്ക് മാർക്കറ്റ് ഭയങ്കര റിസ്ക്കിയാണ്, ഇൻവെസ്റ്റ് ചെയ്യരുത്. ഐ തിങ്ക് ദാറ്റ്സ് എ റോങ് മെസ്സേജ് ടു ഗിവ്. സോ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ദ ബെസ്റ്റ് ടൈം ഐ തിങ്ക് ഇസ് ഓൾവേസ് നൗ. വെൻ യു ആർ യങ് യു ഹാവ് എ ഹ്യൂജ് കരിയർ അഹെഡ്. അപ്പോൾ യു ക്യാൻ ടേക്ക് റിസ്ക്, പ്ലസ് യു ഹാവ് മോർ ടൈം ടു ഇൻവെസ്റ്റ്. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് ദ യങ്ങർ യു ആർ ദ മോർ യൂസ് ടു ഇൻവെസ്റ്റ് ഇൻ സ്റ്റോക്സ്. ഐ എം ലൂസിങ് 10,000. ഡു ഐ ഹാവ് ദി പവർ ടു absorb that loss, psychology to absorb that loss? അത് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം യു കുഡ് ഗോ ഇൻ ടു ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. അതർവൈസ് സ്റ്റിക്ക് ടു SIPs. ജനറലി ബയേഴ്സ് അല്ല പൈസ ഉണ്ടാക്കുന്നത്, ജനറലി സെല്ലേഴ്സ് ആണ്. ഇഫ് യു കമ്പൈൻ ടെക്നിക്കൽ അനാലിസിസ് വിത്ത് ബൈയിങ് ഓപ്ഷൻസ്, ദർ ആർ പീപ്പിൾ ഹു ക്യാൻ മേക്ക് മണി. ഇഫ് യു ആർ ഗുഡ് ഇൻ ടെക്നിക്കൽ യു ക്യാൻ മേക്ക് മണി ബൈയിങ് ഓപ്ഷൻസ്. ബട്ട് ലോങ് ടേം നോക്കുവാണെങ്കിൽ ഓപ്ഷൻ സെല്ലേഴ്സ് ആണ് കൂടുതൽ ഉണ്ടാകുന്നത്. ടോപ്പ് സ്റ്റേക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നൊരു കഥ പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം നമുക്ക്. 1986 ആരംഭത്തിൽ 16 വയസ്സുള്ള ഒരു പയ്യൻ പബ്ലിക് ഓഫറിംഗ് വഴി സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് എത്തിപ്പെടുകയും അവിടെ നിന്നും എവിടെ തുടങ്ങണം, എന്ത് ചെയ്യണമെന്നറിയാത്ത ആ 16 വയസ്സ് പ്രായത്തിൽ നിന്നും ഇന്ന് 2023 എത്തി നിൽക്കുമ്പോൾ 26 ബ്രാഞ്ചുകളും 600-ലധികം ഫ്രാഞ്ചൈസികളുമായി എത്തി നിൽക്കുകയാണ് അക്യുമെൻ ക്യാപിറ്റൽ മാർക്കറ്റിംഗ് ലിമിറ്റഡ്. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ആ സ്ഥാപനത്തിന്റെ സാരഥി അക്ഷയ് അഗർവാൾ സാറാണ്. സാർ നമസ്കാരം. നമസ്കാരം. സാറിന്റെ 17ാമത്തെ വയസ്സിലാണ് സാറ് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്നത്. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു സാറിന്റെ ഈ ജേണി? വളരെ ഒരു എക്സൈറ്റിംഗ് ജേണി ആയിരുന്നു. ഒരു ഓൾറൗണ്ട് നോക്കുവാണെങ്കിൽ തന്നെ ഫൈനാൻഷ്യലി ആവട്ടെ, നമ്മുടെ പേഴ്സണൽ ഡെവലപ്മെൻ്റ് ആവട്ടെ, എല്ലാ വിധത്തിലും വളരെ ഒരു എക്സൈറ്റിംഗ് ജേണി ആയിരുന്നു. ഞാൻ തുടങ്ങിയത് പബ്ലിക് ഇഷ്യൂസ് വെച്ചായിരുന്നു. ഞാൻ ഒരു ഐ തിങ്ക് അന്ന് 10+2, സോ ഐ വാസ് ഇൻ 11th. അപ്പോൾ പബ്ലിക് ഇഷ്യൂവിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയതായിരുന്നു. അന്ന് ഭയങ്കര അട്രാക്റ്റീവ് ആയിരുന്നു. അന്ന് ഒരു CCI എന്ന് പറഞ്ഞ റെഗുലേറ്റർ ആയിരുന്നു. അപ്പോൾ അന്ന് പബ്ലിക് ഇഷ്യൂ വളരെ ചീപ്പായിട്ടായിരുന്നു കിട്ടണത്. അപ്പോൾ ഒരു പബ്ലിക് ഇഷ്യൂ കിട്ടണമെന്ന് പറഞ്ഞാൽ അലോട്ട്മെൻറ്റ് കിട്ടിയാൽ അത് ബോണസാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് കുറേ ഷെയർസ് കിട്ടി. സോ ഞാൻ സ്റ്റോക്ക് മാർക്കറ്റ് എൻട്രി ചെയ്തത് അപ്രോക്സിമേറ്റ്ലി വെൻ ഐ വാസ് 16 years old. വളരെ നല്ല ഒരു എക്സൈറ്റിംഗ് ഒരു ജേണി ആയിരുന്നു. ആൻഡ് ഓൾറൗണ്ട് ഡെവലപ്മെൻറ്റ്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഏറ്റവും വലിയ ഗുണം എനിക്ക് ഇഷ്ടപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ സ്റ്റോക്ക് മാർക്കറ്റ് എനിത്തിങ് ആൻഡ് എവറിത്തിങ് ഇഫക്റ്റ് സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പോൾ നമ്മൾ ലോകത്തിൽ വാട്ട് ഈസ് ഹാപ്പനിങ് നമ്മൾ ഓൾവേസ് അറിഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലാണെങ്കിൽ നമ്മൾ ഓൾവേസ് കറൻറ്റ് അഫയേഴ്സ് ആയിട്ട് വളരെ കണക്റ്റഡ് ആണ്. ഞാൻ തുടങ്ങിയത് വെൻ ഐ വാസ് 16, ഉദ്ദേശം വെൻ ഐ വാസ് 16 ആയിരുന്നു തുടങ്ങിയത്. ഞാൻ തുടങ്ങിയത് പബ്ലിക് ഇഷ്യൂ അപ്ലൈ ചെയ്തിട്ടായിരുന്നു. അന്ന് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ പബ്ലിക് ഇഷ്യൂ ഭയങ്കര റീസണബിൾ റേറ്റിലായിരുന്നു കിട്ടുന്നത്. അപ്പോൾ ഒരു പബ്ലിക് ഇഷ്യൂ അലോട്ട്മെൻറ്റ് കിട്ടിയാൽ ദാറ്റ് മീൻസ് നല്ല റിട്ടേൺ അതിൻ്റെ അകത്ത് കിട്ടുന്നതായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ ഹോൾസെയിലിൽ അപ്ലൈ ചെയ്യുമായിരുന്നു. ഒരു 100 ഷെയറിൻ്റെ സ്ഥലത്ത് 5 പേരിൽ 1000 ഷെയർ വീതം അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഷെയർസ് അലോട്ട്മെൻറ്റ് കിട്ടും. അതിനുവേണ്ടി അത് വിൽക്കാൻ വേണ്ടി ഞങ്ങൾ ആസ് സൂൺ ആസ് ഇറ്റ് ലിസ്റ്റ് അത് വിൽക്കും, നല്ലൊരു പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ അങ്ങനെ വിൽക്കാൻ വേണ്ടി ബ്രോക്കറുടെ അടുത്ത് പോയതായിരുന്നു. അന്ന് ഒരു അരവിന്ദൻ ആൻഡ് കമ്പനി എന്ന് പറഞ്ഞ ബ്രോക്കറായിരുന്നു അന്ന് കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ. അപ്പോൾ പുള്ളിയായിട്ട് മീറ്റ് ചെയ്തു, നല്ല റിലേഷനായി. അപ്പോൾ ഇച്ചിരി ആളായിട്ട് ഈ ടോൾഡ് മീ വൈ ഡോണ്ട് യു ബിക്കം മൈ സബ് ബ്രോക്കർ. അപ്പോൾ അങ്ങനെ പുള്ളീനെ സബ് ബ്രോക്കറായി. 1.5 കൊല്ലം സബ് ബ്രോക്കറായിട്ട് വർക്ക് ചെയ്തു. പിന്നെ മെമ്പർഷിപ്പ് എടുത്തു. 1988 കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ മെമ്പർഷിപ്പ് എടുത്തു. ആൻഡ് ദെൻ 1996 ഞങ്ങൾ കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കുറേ ബ്രോക്കേഴ്സ് കൂടിയിട്ട് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മെമ്പർഷിപ്പ് എടുത്തു. അതാണ് ഇന്ന് അക്യുമെൻ. അതിന് ഏർലിയർ ഞങ്ങളുടെ പേര് പെനിൻസുലാർ ക്യാപിറ്റൽ എന്നായിരുന്നു. അത് മാറിയിട്ട് ഇപ്പോൾ വി ആർ നോൺ ആസ് അക്യുമെൻ ക്യാപിറ്റൽ. 95-ലാണ് തോന്നുന്നു അക്യുമെൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. 95-ലായിരുന്നു. NSE തുടങ്ങിയത് തന്നെ 95-ലായിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ ബിഫോർ NSE സ്റ്റാർട്ടഡ് വി ബീൻ ഇൻ ദ മാർക്കറ്റ്. സോ 95-ൽ NSE തുടങ്ങി. അന്ന് വളരെ പുതിയ കോൺസെപ്റ്റ് ആയിരുന്നു. അതുവരെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് യൂസ് ടു ബി കംപ്ലീറ്റ്ലി ഔട്ട് ക്രൈ. ഒരു വലിയ ഹാൾ, അതിൻ്റെ അകത്ത് കുറേ പേരുണ്ടാവും, ഒരു ഔട്ട് ക്രൈ സിസ്റ്റം, ബഹളമായിരുന്നു അന്ന്. അവിടുന്ന് മാറിയിട്ട് NSE കെയിം ഔട്ട് വിത്ത് ദ കോൺസെപ്റ്റ് ഓഫ് കമ്പ്യൂട്ടേഴ്സിൽ ട്രേഡിംഗ്. സോ നമ്മൾ ഓഫീസിലിരുന്ന് യു ക്യാൻ ട്രേഡ്. ആൻഡ് അത് വലിയൊരു ചേഞ്ച് ആയിരുന്നു. അതിന് മുമ്പ് വരെ പീപ്പിൾ ഗോ ടു ദ മാർക്കറ്റ്. NSEൻ്റെ കോൺസെപ്റ്റിൽ ദ മാർക്കറ്റ് ഈസ് കമ്മിങ് ടു യു.
സോ ദ കോൺസെപ്റ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ്. ഇപ്പോൾ അതിൻ്റെ മുമ്പ് NSE വരുന്നതിന് മുമ്പ് എനിക്കൊരു ഷെയർ വിൽക്കണമെങ്കിൽ ഐ ഹാവ് ടു കോൺടാക്ട് സമ്മൺ ഇൻ ബോംബെ, ഹി വിൽ കോൺടാക്ട് സമ്മൺ ഇൻ സം അതർ പ്ലേസ് ആൻഡ് അങ്ങനെ ഷെയർ വിൽക്കും. NSE വന്നപ്പോഴത്തേക്ക് ഓൾ ഇന്ത്യ ബിക്കെയിം വൺ മാർക്കറ്റ്. ഇറ്റ് ഡസൻറ്റ് മേക്ക് എ ഡിഫറൻസ് ഞാൻ കന്യാകുമാരിയിലാണോ ഇരിക്കണേ, കൊച്ചിയിലാണോ ഇരിക്കണേ, ബോംബെയിലാണോ ഇരിക്കണേ, ഇൻസ്റ്റൻ്റ് ആണ്. അത് വലിയൊരു ചേഞ്ച് ആയിരുന്നു. ബട്ട് അന്ന് ഇറ്റ് വാസ് ടു ന്യൂ ടു ബി, ഭയങ്കര സ്കെപ്റ്റിക്കലായിരുന്നു ആൾക്കാർ സക്സസ് ആവുമോ ഇല്ലയോ. ബട്ട് വി ഫെൽറ്റ് അതിന് നല്ല ഫ്യൂച്ചർ ഉണ്ട്, അതായിരിക്കും ഫ്യൂച്ചർ. അപ്പോൾ കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ കുറേ ബ്രോക്കേഴ്സ് കൂടിയിട്ട് അതിൻ്റെ മെമ്പർഷിപ്പ് എടുത്തു. അങ്ങനെയാണ് ഞങ്ങൾ തുടങ്ങിയത് പെനിൻസുലാർ ക്യാപിറ്റലായിട്ട്. അവിടുന്ന് ഞങ്ങൾ വളരെ ഫാസ്റ്റായിട്ട് എക്സ്പാൻഡ് ചെയ്തു. അറ്റ് വൺ ടൈം അന്ന് വിസ ടെക്നോളജി ആയിരുന്നു. അപ്പോൾ വിസ ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് എക്സ്പെൻസീവ്. അന്നത്തെ കാലത്ത് 5 ലക്ഷം രൂപേൻ്റെ ഉദ്ദേശം കോസ്റ്റ് ഉണ്ടായിരുന്നു തുടങ്ങണമെങ്കിൽ. ബട്ട് ഡിസ്പൈറ്റ് ദാറ്റ് ഞങ്ങൾ വി ബിക്കെയിം വൺ ഓഫ് ദ കൺട്രീസ് മാക്സിമം നമ്പർ ഓഫ് വിസാറ്റ്സ് ഉള്ള ഒരു ബ്രോക്കർ. വി സ്പ്രെഡ്. അന്നൊക്കെ ടിപ്പിക്കലി എ ബ്രോക്കർ യൂസ് ടു ഹാവ് ഓൺലി വൺ ഓഫീസ്. വി ഹാഡ് മൾട്ടിപ്പിൾ ഓഫീസേഴ്സ്, മൾട്ടിപ്പിൾ ഫ്രാഞ്ചൈസീസ്. അങ്ങനെ തുടങ്ങി. ആൻഡ് ദെൻ ആസ് ടെക്നോളജി പ്രോഗ്രസ്ഡ് വി കെപ്റ്റ് പേസ് വിത്ത് ഇറ്റ്. ആൻഡ് ടുഡേ വി ആർ ഹാവിങ് ലൈക്ക് ഒരു 25-26 ബ്രാഞ്ചസ് ഉണ്ട്, 1,600 ഫ്രാഞ്ചൈസീസ് ഉണ്ട്, സ്പ്രെഡ് അക്രോസ് ദ കൺട്രി. അപ്പോൾ ഇറ്റ്സ് ബിൻ എ വെരി ഗുഡ് ജേർണി, വെരി യൂസ്ഫുൾ, വെരി റിവാർഡിങ് ജേർണി, എക്സൈറ്റിംഗ് ജേർണി. സാർ IPO വഴിയാണ് വന്നതെന്ന് പറഞ്ഞു. അപ്പം പലപ്പോഴും ഇപ്പം ഈ അടുത്ത കാലത്ത് നമ്മൾ കാണുന്നത് ലിസ്റ്റിംഗ് ഡേ ഗെയിനിന് വേണ്ടിയിട്ട് പലരും സ്റ്റോക്ക് മാർക്കറ്റിൽ കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് അവർ പൈസ ഇല്ലെങ്കിൽ പോലും NBFC സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ പൈസ എടുത്തിട്ടായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുക. ഈ ഒരു പ്രവണത ശരിക്കും ശരിയായിട്ടുള്ളതാണോ? ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ IPOൻ്റെ വലിയ ഫാൻ അല്ല. ദ റീസൺ ഇസ് എവരി പ്രൊമോട്ടർ നോസ് വാട്ട് ഈസ് വർത്ത് ഇസ്, മെർച്ചൻറ്റ് ബാങ്കേഴ്സ്. അപ്പോൾ പണ്ട് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇഫ് ദ ലിസ്റ്റിംഗ് ദേ എക്സ്പെക്റ്റഡ് ടു ബി ലെറ്റ്സ് എ 200 rupees. അവർ ഷെയർ കൊണ്ടുവരുന്നത് ഒരു 110-120 രൂപയ്ക്ക് ആയിരിക്കും. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ദേ ഓൾറെഡി പ്രൈസിങ് ഇറ്റ്, മോസ്റ്റ് ഓഫ് ദി IPOs ആർ ഓൾറെഡി പ്രൈസ്ഡ് വെരി ഹൈ. അപ്പോൾ ഒരു 10 IPOs വന്നാൽ ഒരു 8 എണ്ണം വിൽ ബി ഐദർ ഹൈ പ്രൈസ്ഡ് ഓർ മോഡറേറ്റ്ലി പ്രൈസ്ഡ്, 2 എണ്ണം വിൽ ബി റീസണബിൾ പ്രൈസ്ഡ്. അപ്പോൾ ആ ഓഡ്സ് ഓഫ് വിന്നിങ് ഇൻ എൻ IPO ഐ ഡോണ്ട് സീ ഇറ്റ് ആസ് എനിത്തിങ് ബിഗ്. നല്ല IPOസിൽ അലോട്ട്മെൻറ്റ് കിട്ടാൻ ഭയങ്കര പാടാണ്. ആൻഡ് നല്ല IPOs അല്ലാത്ത അലോട്ട്മെൻറ്റ് കിട്ടും, അവിടെ ലോസും വരും. അപ്പോൾ പേഴ്സണലി ഐ എം നോട്ട് എ ഫാൻ ഓഫ് IPO ഇൻവെസ്റ്റിംഗ് മാത്രം. ആസ് എ പാർട്ട് ഓഫ് യുവർ നോർമൽ ആക്ടിവിറ്റി സം എമൗണ്ട് യു ക്യാൻ പുട്ട് ഇൻ IPO, ബട്ട് ഓൺലി IPO ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് എ ഗ്രേറ്റ് ഐഡിയ ഇന്നത്തെ കാലത്ത്. അതുപോലെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് നോക്കുന്ന സമയത്ത് ഏകദേശം 144 കോടി ജനങ്ങളുണ്ട് നമ്മുടെ രാജ്യത്ത്. അതിൽ ഏകദേശം 8 കോടി ജനങ്ങൾ മാത്രമാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഉള്ളത്. അതിൽ തന്നെ ആക്റ്റീവ് യൂസേഴ്സിന്റെ എണ്ണത്തിൽ വളരെ കുറവാണ്. പക്ഷെ എന്നിട്ടും നമ്മളിപ്പോഴും പറയുന്നുണ്ട് മാർക്കറ്റിന്റെ ഫ്യൂച്ചർ ഇനിയാണ് വരാൻ പോകുന്നതെന്ന്. നമ്മുടെ മോത്തിലാൽ ഓസ്വാളിന്റെ രാംദേവ് അഗർവാളിന്റെ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അടുത്ത ഒരു 5 കൊല്ലത്തിനുള്ളിൽ നിഫ്റ്റി ഡബിൾ ആവും. അതായത് ഇക്വിറ്റി ഇൻവെസ്റ്റേഴ്സിൽ ഒരു സുനാമിയാണ് ഇനി വരാൻ പോകുന്നത്. സാറിന്റെ എക്സ്പെക്ടേഷൻ എന്താണ് മാർക്കറ്റിനെ പറ്റി? സോ നമ്മൾ ഹിസ്റ്റോറിക്കലി നോക്കുവാണെങ്കിൽ കോവിഡിന് മുമ്പ്, ദാറ്റ് ഈസ് വി ടോക്കിംഗ് അബൌട്ട് 100 കൊല്ലം ഓഫ് സ്റ്റോക്ക് മാർക്കറ്റ്സ്, ഇന്ത്യയിൽ വി ഹാഡ് ലെസ് ദാൻ 4 കോടി ഇൻവെസ്റ്റേഴ്സ്, വിച്ച് മീൻസ് വി ടോക്കിംഗ് അബൌട്ട് ഉദ്ദേശം ഒരു 3% ഓഫ് ദി പോപ്പുലേഷൻ ഇൻവെസ്റ്റിംഗ് ഇൻ സ്റ്റോക്സ്. കോവിഡ് വന്നപ്പോഴത്തേക്ക് ഒരു ചേഞ്ച് ആയി. അത് അവിടെ നിന്നാണ് ഒരു ആക്ച്വൽ പാർട്ടിസിപ്പേഷൻ തുടങ്ങിയത്. ഫ്രം 3.5% we are now close to about 6-7.5%, which means 3 കൊല്ലത്തിൽ ദി പെർസെൻറ്റേജ് ഓഫ് പോപ്പുലേഷൻ വൈസ് നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് ഡബിളിനെക്കാട്ടി കൂടുതലായിട്ടുണ്ട്. ബട്ട് നമ്മൾ അഡ്വാൻസ് കൺട്രീസ് നോക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ US നോക്കുവാണെങ്കിൽ അവിടെ മോർ ദാൻ 40%, 50% ആൾക്കാർ സ്റ്റോക്ക് മാർക്കറ്റിലുണ്ട്. ഇൻഫാക്ട് ഐ തിങ്ക് ഇറ്റ്സ് ക്ലോസർ ടു 60 than 40. മിക്ക കൺട്രീസിൽ ദ റേഷ്യോ, ഐ എം ടോക്കിംഗ് അബൌട്ട് ഗുഡ് ഇക്കോണമീസ്, ദ റേഷ്യോ ഇസ് അബൌട്ട് 30-35%. മിക്ക കൺട്രീസിൽ. ഇന്ത്യയിൽ വി ആർ സ്റ്റിൽ അറ്റ് 6, വിച്ച് മീൻസ് ഇപ്പോഴും ഇവിടുന്ന് ഒരു 5 ഇരട്ടി ആവാനുള്ള സ്കോപ്പ് ഉണ്ട്. അപ്പോൾ സുനാമി വരുമോ? സുനാമി വി ആർ ഓൾറെഡി സീയിങ് ദ സുനാമി ഹാപ്പനിങ്. ആൻഡ് നമ്മൾ റീസെൻ്റ്ലി നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഈ കൊല്ലം നോക്കുവാണെങ്കിൽ മാർക്കറ്റിൽ കുറേ സെല്ലിംഗ് നടന്നിട്ടുണ്ട്, FIIs. അത് സസ്റ്റെയിൻ ചെയ്തത് ഈ ഇൻവെസ്റ്റേഴ്സാണ്, റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ്. സോ ഐ തിങ്ക് ദ ബെസ്റ്റ് ഡേയ്സ് ആർ എഹെഡ്. ഇൻഫാക്ട് ഇന്ത്യൻ്റെ ഗ്രോത്ത് ഒരു 30 years back, India was a $300 billion economy, just 300 billion. In the way about 3 trillion, which means in 30-35 കൊല്ലത്തിൽ it has grown 100 times. നമ്മുടെ എവിടെയോ പബ്ലിക്കിൻ്റെ അടുത്ത് ഒരു മെസ്സേജ് പോണു ദാറ്റ് സ്റ്റോക്ക് മാർക്കറ്റ് ഭയങ്കര റിസ്ക്കിയാണ്, ഇൻവെസ്റ്റ് ചെയ്യരുത്. ഐ തിങ്ക് ദാറ്റ്സ് എ റോങ് മെസ്സേജ് ടു ഗോ. ഇൻഫാക്ട് ബിക്കോസ് പീപ്പിൾ ഡോണ്ട് ഇൻവെസ്റ്റ്, അവർ ഇത്തരം കൊല്ലങ്ങളായിട്ട് ഇന്ത്യൻ്റെ ആ ഗ്രോത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. Thankfully now things are changing. People have started realizing that
ഏറ്റവും ലോങ് ടേമിന് ഏറ്റവും നല്ല സ്റ്റോക്ക് മാർക്കറ്റ്സ് ആണ്, ആൻഡ് പീപ്പിൾ ഹവ് സ്റ്റാർട്ടഡ് ഇൻവെസ്റ്റിംഗ്. ഈ ട്രെൻഡ് ഐ തിങ്ക് will gather momentum and we will see more and more accounts getting opened. അങ്ങനെ പറയുമ്പോഴും ഇപ്പം ഫ്യൂച്ചർ വരാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് ഇപ്പം മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നവർ ഇപ്പോൾ ഓൾറെഡി നമ്മുടെ മാർക്കറ്റ് നല്ല ഹൈയിലാണ് നിൽക്കുന്നത്. ഈ സമയത്ത് ഒരു കറക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യണോ അതോ ഇപ്പോൾ തന്നെ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് പോകണോ? സോ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ദ ബെസ്റ്റ് ടൈം ഐ തിങ്ക് ഇസ് ഓൾവേസ് നൗ. സോ ദർ ഇസ് നോ ഡൗട്ട് ദാറ്റ് നമ്മൾ എത്ര ചീപ്പ് മേടിക്കണോ അത്രയും റിട്ടേൺ നല്ലതായിരിക്കും, ഒരു ഡൗട്ടില്ല. ബട്ട് ടിപ്പിക്കലി വാട്ട് ഹാപ്പൻസ് ഇസ് മാർക്കറ്റിൻ്റെ കറക്ഷൻ്റെ ടൈമിൽ ആൾക്കാരിൽ പൈസ ഉണ്ടാവാറില്ല, ഓർ യു വിൽ ഹാവ് എ വെരി സ്മോൾ പോർഷൻ ഓഫ് യുവർ ആക്ച്വൽ പോർട്ട്ഫോളിയോ. അപ്പോൾ ഐ തിങ്ക് ആൻഡ് യു ഗോയിങ് ടു ഇൻവെസ്റ്റ് ഫോർ ദ ലോങ് ടേം നോക്കുവാണെങ്കിൽ വി ഹവ് ഗോട്ട് ത്രൂ ദ വേർസ്റ്റ് ക്രൈസിസ് ഇൻ ദ വേൾഡ്. വി ഹവ് സീൻ ലേമൻ ബ്രദേഴ്സ്, വി ഹവ് സീൻ വേൾഡ് ട്രേഡ് സെൻറ്റർ, വി ഹവ് സീൻ എവറി പോസിബിൾ ക്രൈസിസ്, വി ഹവ് സീൻ വാർസ്, ബട്ട് എൻഡ് ഓഫ് ദ ഡേ മാർക്കറ്റ് കീപ്സ് ഗോയിങ് അപ്പ്. ശരിയല്ലേ? ആസ് ദ ഇക്കോണമി പ്രോഗ്രസസ് the markets will keep going up. Because we're talking about a 10-year, 15-year, 20-year, 5-year view, it need not be a good idea to actually wait for a correction. ഏറ്റവും നല്ലത് ഒരു പുതിയ ഇൻവെസ്റ്റർ ആണെങ്കിൽ SIP ആയിട്ട് തുടങ്ങുക. ബിക്കോസ് SIP എന്താണെന്ന് പറഞ്ഞാൽ ഒരു ആവറേജിങ് ഉണ്ട്. അപ്പോൾ മാർക്കറ്റ് താഴെ പോകുമ്പോഴും യു ആർ ബൈങ്, മാർക്കറ്റ് മുകളിൽ പോകുമ്പോഴും യു ആർ ബൈങ്, താഴെ പോകുമ്പോൾ യു ആർ ബൈങ് മോർ യൂണിറ്റ്സ് വിത്ത് ദ സെയിം എമൗണ്ട് ഓഫ് മണി. അപ്പോൾ അത് കാരണം ലോ ഓഫ് ആവറേജസ് വെച്ച് യു വിൽ ആവറേജ് ഔട്ട്. സോ കറക്ഷൻ വേണ്ടി വെയിറ്റ് ചെയ്യണോ? ഐ തിങ്ക് വി ഓൾറെഡി സോ ഇപ്പോൾ കറൻ്റ്ലി നോക്കുവാണെങ്കിൽ നമ്മൾ ഓൾറെഡി ഒരു 1200 പോയിന്റിൻ്റെ കറക്ഷൻ നിഫ്റ്റിയിൽ കണ്ടു കഴിഞ്ഞു, വിച്ച് ഇസ് അബൌട്ട് 5-6%. Can it go down further? Maybe another 2-3% it can go down. But then I wouldn't suggest you wait for it. Systematically, regularly invest ചെയ്യുക, അതാണ് ഏറ്റവും നല്ലത് മാർക്കറ്റ്സിൽ. നമ്മൾ ഈ SIP യുടെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഈ സെപ്റ്റംബർ 13 വരെയുള്ള കണക്ക് നോക്കിയാൽ ഏകദേശം 7.13 കോടിയുടെ SIP അക്കൗണ്ട്സ് ആണ് ഇന്ത്യൻ മാർക്കറ്റിലുള്ളത്. ഏകദേശം സെപ്റ്റംബറിൽ മാത്രം 16,000 കോടി രൂപയാണ് SIP ത്രൂ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നിട്ടുള്ളത്. നമ്മൾ ആദ്യം ഒരു കണക്ക് പറഞ്ഞ പോലെ 144 കോടിയിൽ 8 കോടി സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, 3.5 കോടി മാത്രമാണ് ഈ മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ SIP-കളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുള്ളൂ. അതും അവസാനം ഒരു 10 വർഷം നോക്കിയാണ് നല്ല ഗ്രോത്ത് ആണ് ഈ മേഖലയിൽ ഉണ്ടായിട്ടുള്ളത്. നെക്സ്റ്റ് 10 years അത് എത്രത്തോളം വളർച്ച സാധ്യത ഈ മേഖലയ്ക്ക് മാത്രമുണ്ട് ഇന്ത്യൻ മാർക്കറ്റിൽ? ഇന്ത്യൻ മാർക്കറ്റ് നമ്മൾ ലോങ് ടേം നോക്കുവാണെങ്കിൽ ഒരു ബെഞ്ച് മാർക്ക് പറയുവാണെങ്കിൽ ഒരു കൺട്രീൻ്റെ എത്ര GDP ഉണ്ടോ അതിൻ്റെ റഫ്ലി 2x ആണ് മാർക്കറ്റ് ഗ്രോ ചെയ്യുന്നത്, ഗ്രോത്ത് റേറ്റ്സ്. അപ്പോൾ ഇറ്റ്സ് ബേസിക്കലി GDP പ്ലസ് ഇൻഫ്ലേഷൻ അങ്ങനെ നോക്കുമ്പോൾ. സോ ഇന്ത്യയിൽ വി എക്സ്പെക്ട് ഒരു around 12% plus or minus 1 or 2%. അതായിരിക്കും ഇന്ത്യൻ്റെ ലോങ് ടേം ഗ്രോത്ത്. സോ വിച്ച് ഇസ് ഹയർ ദാൻ എനി അതർ തിങ്. ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ FDയിൽ ഇട്ടു, FDയിൽ ഇന്ന് ഇത്രയും ഇൻട്രസ്റ്റ് റേറ്റ് പീക്കിൽ നിൽക്കുമ്പോൾ യുവർ ഇൻട്രസ്റ്റ് റേറ്റ്സ് ആർ അബൌട്ട് 8%. ഇറ്റ് യൂസ് ടു ബി അബൌട്ട് ലെസ് ദാൻ 5% 2-3 years back. കോവിഡിന് മുമ്പ് ഇറ്റ് യൂസ് ടു ബി 5%. Whereas market will grow at about 12-13%. FDയിൽ beyond a point you end up paying the highest tax, which is 30%. Whereas stock markets 10% ഉള്ളൂ. അപ്പോൾ പോസ്റ്റ് ടാക്സ് റിട്ടേൺ നോക്കുവാണെങ്കിലും ലിക്വിഡിറ്റി നോക്കുവാണെങ്കിലും കൈൻഡ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് യു ക്യാൻ ഡു നോക്കുവാണെങ്കിലും ഡൈവേഴ്സിഫിക്കേഷൻ നോക്കുവാണെങ്കിലും എങ്ങനെ നോക്കുവാണെങ്കിലും ഐ തിങ്ക് എനി ഡേ എ സ്റ്റോക്ക് മാർക്കറ്റ് ഇസ് ബെറ്റർ. ഐ എം നോട്ട് സെയിങ് പുട്ട് ഓൾ യുവർ മണി ഇൻ ടു സ്റ്റോക്ക് മാർക്കറ്റ്സ്. അതിനെന്തൊരു ഫിനാൻഷ്യൽ പ്ലാനിങ് ഉണ്ട്. സോ നമ്മുടെ ഒരു പോർഷൻ നമ്മൾ ഡെറ്റിലായിരിക്കണം, ഒരു പോർഷൻ ഇക്വിറ്റിയിലായിരിക്കണം. ദ യങ്ങർ യു ആർ ദ മോർ യു ഷുഡ് പുട്ട് ഇൻ ഇക്വിറ്റി, സിംപ്ലി ബിക്കോസ് അത്രയും നമുക്ക് രണ്ട് കാര്യങ്ങൾ, ഒന്ന് റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റി കൂടുതലാണ്. അപ്പോൾ ബിക്കോസ് വെൻ യു ആർ യങ് യു ഹാവ് എ ഹ്യൂജ് കരിയർ അഹെഡ്. അപ്പോൾ യു ക്യാൻ ടേക്ക് റിസ്ക്, പ്ലസ് യു ഹാവ് മോർ ടൈം ടു ഇൻവെസ്റ്റ്. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് ദ യങ്ങർ യു ആർ ദ മോർ യു ഷുഡ് ഇൻവെസ്റ്റ് ഇൻ സ്റ്റോക്സ്. ചെറിയൊരു എമൗണ്ട് ഡിപ്പെൻഡിങ് ഓൺ യുവർ ഏജ്. That amount can be small, it can be large. You should put in fixed deposits. അപ്പോൾ ഒരു ഓവറോൾ നോക്കുവാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് മാത്രമായിട്ട് നോക്കരുത്, ഒരു ഓവറോൾ ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിൽ വേണം നമ്മൾ ഇത് നോക്കാൻ. സ്റ്റോക്ക് മാർക്കറ്റ് ഷുഡ് ബി എ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദാറ്റ് ഫിനാൻഷ്യൽ പ്ലാനിങ്. അതുപോലെ തന്നെ അത് പറഞ്ഞ കൂട്ടത്തിൽ ചോദിക്കുന്നതാണ്, നമ്മുടെ ഈ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഒത്തിരി ആൾക്കാർ ഈ അടുത്ത നാളുകളായിട്ട് വരുന്നത്, പ്രത്യേകിച്ച് കോവിഡ് കഴിഞ്ഞതിന് ശേഷം. പക്ഷെ അവരുടെയൊക്കെ സ്റ്റോക്ക് മാർക്കറ്റ് നോക്കി കാണുന്ന ഒരു ഇത് പറഞ്ഞാൽ പൈസ ഉണ്ടാക്കുക അല്ലെങ്കിൽ മണി ഡബിൾ ആക്കുക എന്നൊരു ആ ഒരു ഉദ്ദേശം മാത്രം ഈ ഇനീഷ്യൽ സ്റ്റേജിൽ അവർക്ക് ഉണ്ടാവുകയുള്ളൂ. ശരിക്കും ആ ഒരു ഉദ്ദേശത്തോടെയാണോ പുതിയതായിട്ട് മാർക്കറ്റിലേക്ക് വരുന്ന ഒരാൾ മാർക്കറ്റിനെ സമീപിക്കേണ്ടത്? അല്ല, അബ്സല്യൂട്ട്ലി നോട്ട്. ഇൻഫാക്ട് എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ കോവിഡിൻ്റെ ലോസിൽ കുറേ യൂട്യൂബേഴ്സ് കുറേ പേര് വന്നു, ഓക്കെ, ആൻഡ് അവർ കുറേ ക്ലാസ്സൊക്കെ ഇട്ടു. അന്ന് മാർക്കറ്റ്സ് ഭയങ്കര ബൂമിംഗ് ആയിരുന്നു. അപ്പോൾ ആക്ച്വലി പൈസ ഭയങ്കര ഫാസ്റ്റായിട്ട് യു കുഡ് മേക്ക് മണി, യു കുഡ് ഡബിൾ മണി ഇൻ 2-3 weeks.
അങ്ങനെയൊക്കെ ഒരു ടൈം ഉണ്ടായിരുന്നു, ഓപ്ഷൻസ് മേടിച്ചു, ഓപ്ഷൻ ഡബിളായി അതെല്ലാം. ബട്ട് അതൊരു എബ്നോർമൽ ടൈംസ് ആയിരുന്നു. താങ്ക്സ് ടു ദീസ് യൂട്യൂബേഴ്സ് കുറേ ആൾക്കാർ മാർക്കറ്റിൽ വന്നു. ബട്ട് അതൊരു സ്പെസിഫിക് ടൈം ആയിരുന്നു. മാർക്കറ്റ് ഭയങ്കര ബൂമായപ്പോൾ ഓപ്ഷൻസിൽ യു കുഡ് ബൈ ഓപ്ഷൻസ് ആൻഡ് ദേ കുഡ് ഡബിൾ. ബട്ട് ഇപ്പം മാർക്കറ്റ്സ് നോർമലാണ്. നോർമൽ മാർക്കറ്റ്സിൽ it's impossible to double your money. I wouldn't say impossible, but very, very, very difficult to actually double your money consistently. അപ്പോൾ നമ്മൾ ഇറ്റ്സ് ലൈക്ക് നമ്മൾ എന്ത് പ്രൊഫഷൻ എടുക്കുവാണെങ്കിലും ഇറ്റ് നീഡ്സ് എ സർട്ടൺ എമൗണ്ട് ഓഫ് നോളജ്, ഇറ്റ് നീഡ്സ് എ സർട്ടൺ എമൗണ്ട് ഓഫ് ടൈം. സ്റ്റോക്ക് മാർക്കറ്റ് നമ്മൾ അങ്ങനെ കാണണം. വി ഷുഡ് നോട്ട് സീ സ്റ്റോക്ക് മാർക്കറ്റ് ആസ് എ ടൈം പാസ്. പുതിയ ഇൻവെസ്റ്റർ ആണെങ്കിൽ SIP ഇൻവെസ്റ്റ് ചെയ്യുക, ബ്ലൂ ചിപ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുക. സീ വെദർ നമ്മൾ ഇപ്പോൾ SIP ഇൻവെസ്റ്റ് ചെയ്തു, അത് മാർക്കറ്റ് താഴെ പോകുമ്പോൾ അതിൻ്റെയും വാല്യൂ കുറയും, കൂടുമ്പോൾ അതിൻ്റെ വാല്യൂ കൂടും. ഒരു ഇൻവെസ്റ്റർ ആകുമ്പോൾ വി ഷുഡ് ജഡ്ജ് വെദർ വി ആർ ഏബിൾ ടു അബ്സോർബ്. ഞാൻ 1 ലക്ഷം രൂപ ഇട്ടു, അതിൽ നിന്ന് 90,000 ആയി, ഐ എം ലൂസിങ് 10,000. ഡു ഐ ഹാവ് ദി പവർ ടു അബ്സോർബ് ദാറ്റ് ലോസ്, സൈക്കോളജി ടു അബ്സോർബ് ദാറ്റ് ലോസ്? അത് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം യു കുഡ് ഗോ ഇൻ ടു ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്, അതർവൈസ് സ്റ്റിക്ക് ടു SIPs. ബട്ട് ലോങ് ടേം ഏറ്റവും നല്ലത് സ്റ്റോക്ക് മാർക്കറ്റ്സ് തന്നെയാണ്. ആൻഡ് ഇറ്റ് ഇസ് സംതിങ് പ്രൂവൺ നോട്ട് ഓൺലി ഇൻ ഇന്ത്യ, ഗ്ലോബലി. എനി ടൈം യു സി എനിവെയർ ഇൻ ദ വേൾഡ്, ഫിക്സഡ് ഡിപ്പോസിറ്റ്സിനെ കാട്ടി എനി ഡേ ബെറ്റർ ഇസ് സ്റ്റോക്ക് മാർക്കറ്റ്സ് ഇൻ ലോങ് ടേം. ഷോർട്ട് ടേം നോക്കുവാണെങ്കിൽ യു വിൽ ഹാവ് മേ ബി 1 year ഓഫ് നെഗറ്റീവ് റിട്ടേൺസ്, 2 year ഓഫ് നെഗറ്റീവ് റിട്ടേൺസ്. ബട്ട് ഓവറോൾ ലോങ് ടേം നല്ലത് തന്നെയാണ്. യു ഡോണ്ട് ലൂസ് മണി ഓവർ 5-year plus periods. അതുപോലെ തന്നെ മറ്റൊരു സെഗ്മെന്റാണ് F&O എന്ന് പറയുന്നത്. F&O'യിലേക്ക് എനിക്ക് തോന്നുന്നു യങ്സ്റ്റേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ ഈ സെഗ്മെന്റിലേക്ക് വരുന്നത്. അത് വരുന്നതും ഈ പലരും പല മേ ബി സ്ക്രീൻഷോട്ട്സ് കണ്ടിട്ടാവാം, യൂട്യൂബേഴ്സിന്റെ കണ്ടിട്ടാവാം, നല്ല ഹ്യൂജ് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്ന കണ്ടിട്ടാണ് ഇവർ ഇതിലോട്ട് അട്രാക്റ്റീവ് ആയിട്ട് വരുന്നത് തന്നെ. പക്ഷെ അവർക്ക് ഇനീഷ്യൽ സ്റ്റേജിൽ അവർക്ക് അത്ര കണ്ട് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റാതാവുകയും കുറെ ലോസസ് വരികയും അവർ പകുതിക്ക് വെച്ച് മാർക്കറ്റിൽ അത് ട്രേഡിങ് നിർത്തിയിട്ട് പോകുന്ന കാഴ്ചയും സ്ഥിരം കാണാറുള്ളതാണ്. അപ്പം ഇവർ ശരിക്കും ഇതൊരു എഡ്യൂക്കേഷൻ്റെ കുറവുകൊണ്ട് വരുന്നതാണോ, അതോ ഇവരുടെ പ്രോപ്പർ സ്റ്റോക്ക് മാർക്കറ്റ് എന്താണെന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് വരുന്നതാണോ, അല്ലെങ്കിൽ അങ്ങനെ ഇനി വരാനിരിക്കുന്നവരാ ഈ മാർക്കറ്റിനെ എങ്ങനെ നോക്കി കാണണം? ഇവരുടെ പൈസ, ദ റീസൺ ദ ലൂസ് മണി, അതിൻ്റെ പ്രൈമറി റീസൺ ഇസ് ലാക്ക് ഓഫ് നോളജ്. നമ്മളിപ്പോൾ ക്യാൻ ഫോർ എക്സാമ്പിൾ സ്വീപ്പർ ബിക്കം എ ഡോക്ടർ? യു കെ നോട്ട്, റൈറ്റ്? എല്ലാ പ്രൊഫഷനും യു നീഡ് എ സർട്ടൻ എമൗണ്ട് ഓഫ് നോളജ്. It is not that you come to the market today, you buy something and double or 5 ഇരട്ടി കൂടും or 20% കൂടും and you make money. That is not how the markets work. നമ്മൾ എന്തെങ്കിലും ആൻഡ് ഓപ്ഷൻസ് ഒരുമാതിരി സ്പെഷ്യലൈസ്ഡ് നോളജ് ആണ്. അപ്പോൾ അത് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം യു ഷുഡ് സ്റ്റാർട്ട് വിത്ത് SIP, then സ്റ്റാർട്ട് വിത്ത് ഇൻവെസ്റ്റിംഗ് ഇൻ ബ്ലൂ ചിപ്പ് കമ്പനീസ്, then go to മിഡ് ക്യാപ്സ്. നമ്മുടെ റിസ്കിൻ്റെ എത്ര സൈക്കോളജിക്കലി ആർ വി റെഡി ടു ടേക്ക് ലോസസ്, അതെല്ലാം മാർക്കറ്റിൽ 1-2 കൊല്ലം സ്റ്റഡി ചെയ്തിട്ട് വേണം ഓപ്ഷൻസിൽ ചെയ്യാൻ. ഓർ ഡു സം പ്രോപ്പർ കോഴ്സ് ഇൻ ടെക്നിക്കൽ അനാലിസിസ്, ഓപ്ഷൻ സ്ട്രാറ്റജീസ്, അതൊക്കെ ചെയ്തിട്ട് വേണം മാർക്കറ്റിൽ വരാൻ. അല്ലാതെ യൂട്യൂബ് കണ്ടിട്ട് അല്ലെങ്കിൽ എനിക്കൊരു ടിപ്പ് കിട്ടി ഈ ഷെയർ കൂടുമ്പോൾ അതിൻ്റെ ഓപ്ഷൻ മേടിച്ചോ, യു മൈറ്റ് മേക്ക് മണി 1-2 പ്രാവശ്യം, ബട്ട് എൻഡ് ഓഫ് ദ ഡേ യു വിൽ നോട്ട് മേക്ക് മണി ആൻഡ് യു വിൽ ബ്ലെയിം ദ മാർക്കറ്റ്സ് ഫോർ ഇറ്റ്. സോ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ബിഫോർ യു come into options, first experience the secondary markets. And then do some course, learn what options is, and then come to the options market. Option market generally buyers alla paisa undakkana, generally sellers are undakkana. If you combine technical analysis with buying options, there are people who can make money. If you're good in technical, you can make money buying options. But long term നോക്കുവാണെങ്കിൽ ഓപ്ഷൻ സെല്ലേഴ്സ് ആണ് കൂടുതൽ ഉണ്ടാക്കുന്നത് ജനറലി നോക്കുവാണെങ്കിൽ. പക്ഷെ അതിനും നല്ല നോളജ് വേണം, നല്ല നോളജ് വേണം. അതിന് ഹൈ റിസ്ക് ആണ്. ഓപ്ഷൻ സെല്ലിംഗ് ഇസ് ഓൾസോ വെരി ഹൈ റിസ്ക്. അപ്പോൾ അതിൻ്റെ നോളജ് ഇല്ലെങ്കിൽ there also you can lose money. It's a fact that US-ൽ there are issues in the sense ഈ പറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റ് ഫോർ എക്സാമ്പിൾ, the interest rate അവർ എത്ര 11 പ്രാവശ്യം അങ്ങനെ എന്തോ they have increased it in the last 1 year. Right now I think India has the capacity to withhold a reasonably large selling by FIIs. Suppose US goes into a recession, then what happens? Software companies-ന് കോൺട്രാക്റ്റ് കിട്ടില്ല അല്ലെങ്കിൽ കുറയും. അങ്ങനെ ആകുമ്പോഴത്തേക്ക് they hire less. When they hire less, ഇന്ത്യയിൽ അവരുടെ സ്പെൻഡിങ് കുറയും. ഇന്ത്യക്ക് സിംഗിൾ ബിഗ്ഗസ്റ്റ് ഫാക്ടർ മാർക്കറ്റിന് വേണ്ടി is oil prices. If you ask me, out of many factors, what is the single most important factor? It is oil.